2024 ആപ്പിൾ കുറേയധികം പ്രൊഡക്റ്റുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 9 പ്രൊഡക്റ്റുകളാണ് ആപ്പിൾ ഈ ഒരു കൊല്ലം റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ കുറേയധികം സോഫ്റ്റ്വെയറും ആപ്പിൾ ഈ ഒരു ജൂൺ ജൂലൈ സമയത്ത് റിലീസ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തിരിക്കുന്നത് മാർക്ക് ഗർമൻ്റെ മിഞ്ചിക്കൊടൊക്കെ വലിയ വലിയ ടോപ്പ് ലീക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആണ് കാണുക. നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഫുൾ പ്രൊഡക്റ്റ് ലൈനപ്പും അതേപോലെ OS ലൈനപ്പും അറിയാൻ പറ്റും. സോ ഇതേപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. സോ ദിസ് ഈസ് എബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റ് വിഷൻ പ്രോ. നമ്മുടെ 2024 ജാനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരിയുടെ ആ ഒരു തുടക്കം തന്നെ വിഷൻ പ്രോ എന്ന് പറയുന്ന ആ ഒരു പുതിയ എറ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. 2023 ആപ്പിളിൻ്റെ WWDC 2023 വിഷൻ പ്രോവിൻ്റെ ആ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് ആപ്പിൾ ചെയ്തത്. ആദ്യം US മാത്രമായിരിക്കും അവർ ഈ പറയുന്ന വിഷൻ പ്രോ റിലീസ് ചെയ്യുക. അതിനുശേഷം പതുക്കെ എല്ലാ കൺട്രീസിലേക്കും ഈ പറഞ്ഞ വിഷൻ പ്രോ റിലീസ് ചെയ്യുന്നതായിരിക്കും. $3500 ഈ പറഞ്ഞ വിഷൻ പ്രോവിൻ്റെ വില എന്ന് പറയുന്നത്. ആൻഡ് അവിടെ ഉണ്ടാകുന്ന ചെറിയ സംശയമാണ്, ആപ്പിളിൻ്റെ വിഷൻ പ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് R1 എന്ന് പറഞ്ഞ പുതിയ ഒരു ചിപ്സെറ്റും M2 ചിപ്സെറ്റും വെച്ചാണ് വിഷൻ പ്രോ വരുന്നത്. പക്ഷേ ഇപ്പോൾ ആപ്പിൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ M3 സിലിക്കൺ ചിപ്പാണ് ആപ്പിളിലെ ടോപ്പ് നോച്ച് ലൈനപ്പിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന വിഷൻ പ്രോ വരുമ്പോൾ ഒന്നെങ്കിൽ M2 വരുമോ അല്ലെങ്കിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന M3 വരുമോ? നിങ്ങളുടെ കാഴ്ചപ്പാടുണ്ടാകുന്ന നമ്മുടെ വീഡിയോ തൊട്ടതാകത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഐപാഡ് എയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ സ്പെക്ക് ബമ്പ് വന്നിരിക്കുന്നത് ഡിസ്പ്ലേ സൈസിലാണ്. 10 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഏകദേശം 12.9 ഇഞ്ചിൻ്റെ വലിപ്പത്തിലേക്കാണ് ഐപാഡ് എയർ വരികയാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഐപാഡ് പ്രോവിൻ്റെ സെയിം ഡിസ്പ്ലേ സൈസിലേക്ക് ഐപാഡ് എയർ വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗ്രാഫിക് ഡിസൈനേഴ്സ് അതേപോലെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഈ പറയുന്ന ഐപാഡ് എയറിൻ്റെ വലിയ ഡിസ്പ്ലേയിൽ കുറേയധികം കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേയധികം യൂട്ടിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഐപാഡ് പ്രോയിൻ്റെ പുതിയ ലൈനപ്പും വരുന്നതായിരിക്കും. നമുക്കറിയാം ഐപാഡ് പ്രോ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു പേര് ഡിഫൈൻ ചെയ്യുന്ന പോലെ പ്രൊഫഷണൽസ് അത്രമാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഐപാഡ് പ്രോ എന്ന് പറയുന്നത്. ആർക്കിടെക്ചേഴ്സ് അതേപോലെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിൽ കൂടുതൽ ആർഗ്യുമെൻറ്റ് റിയാലിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി AR VR ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ അതിൽ ലൈഡാർ സെൻസറുകളുണ്ട്. കുറച്ചധികം പൊട്ടൻഷ്യൽ ഈ പറഞ്ഞ പ്രോ ഐപാഡിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഐപാഡ് പ്രോയും ഒരു പുതിയ വേരിയൻറ്റ് ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഐപാഡ് മിനി ആൻഡ് ഐപാഡ് 11th ജനറേഷനും റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വലിയൊരു മാറ്റമോ അതേപോലെ സ്പെക്കിൻ്റെ വലിയ മാറ്റമോ നമുക്ക് കാണാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഈ പറഞ്ഞ ഐപാഡ് പ്രോ റിലീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ പുതിയ മാജിക് കീബോർഡും പുതിയ ആപ്പിൾ പെൻസിലും റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നേരത്തെ റിലീസ് ചെയ്ത ആപ്പിൾ പെൻസിലിനാൽ വേറെ സ്പെക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് USB-Cയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് വരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇനി വരാൻ പോകുന്ന ആപ്പിൾ പെൻസിൽ 3rd ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത ജനറേഷനിൽ ആപ്പിൾ നല്ല രീതിക്കുള്ള ഒരു സ്പെക്ക് തന്നെ മാറ്റാനുള്ള ചാൻസും ഉണ്ട്. ഇനി 2024 പ്രൊഡക്റ്റ് ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് iPhone 16 ആൻഡ് 16 Pros എന്ന് പറയുന്നത്. 16 സ്റ്റാൻഡേർഡ് 16 എടുത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർ വന്ന 15 Pro സീരീസിലെ എല്ലാ സ്പെക്കും നമുക്ക് 16 സ്റ്റാൻഡേർഡ് സീരീസിൽ വരും. A17 ബയോണിക് അല്ല A17 Pro എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വരും. USB-C 3.2 ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഡൈനാമിക് അതിൻ്റെ നല്ല ഡിസ്പ്ലേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരും. ക്യാമറയും നല്ല രീതിക്കുള്ള ആ ഒരു സ്പെക്ക് തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് 16 വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 16 പ്രോയിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് കീ പഞ്ച് ഹോളിൻ്റെ ആ ഒരു കട്ടൗട്ട് ക്യാമറ കട്ടൗട്ടായിരിക്കും 16 പ്രോയിൽ വരുന്നതാണ് ആദ്യം പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആസ് പെർ ദ റിപ്പോർട്ട്സ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു 16 പ്രോയിലും ഡൈനാമിക് എലമെൻ്റ് ആയിരിക്കും. 17 പ്രോയിലേക്ക് വരുമ്പോഴാണ് ഈ പറഞ്ഞ കീ പഞ്ച് ഹോളിൻ്റെ ക്യാമറ കട്ടൗട്ട് വരുന്നതാണ് കേൾക്കുന്നത്. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ പിന്നെയും ആ പറഞ്ഞ ആപ്പിൾ ഫാൻസുകാർക്ക് ആ ഒരു വലിയ പ്രശ്നം നിലനിൽക്കാൻ ചാൻസ് ഉണ്ട്. ആപ്പിൾ കുറേയധികം കാര്യങ്ങൾക്കായിട്ട് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ പുതിയ ആപ്പിൾ വാച്ച് സീരീസ് 10ൻ്റെയും
കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുന്ന ആപ്പിൾ വാച്ച് സീരീസ് 10 കുറേയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നാൽ കൂടുതലും സെൻസേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഈ പറയുന്ന ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ബ്ലഡ് ഷുഗർ മോണിറ്ററിങ്ങിൻ്റെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ വലിയ കമ്പനി ആയിട്ടുള്ള പ്രശ്നം പോലെ വേറെ പ്രശ്നങ്ങൾ വരുമോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് ആപ്പിൾ റെക്ടിഫൈ ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നൂലാമാലകളും എല്ലാം കറക്റ്റായിട്ട് സോർട്ട് ഔട്ട് ചെയ്താൽ മാത്രമാണ് ആസ് എ കസ്റ്റമർ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ആപ്പിൾ വാച്ച് സീരീസ് 7 തൊട്ടെടുക്കുന്ന എല്ലാ ആൾക്കാർക്കുള്ള ടെൻഷനാണ് ആപ്പിൾ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് ബ്ലഡ് ഓക്സിജൻ എന്ന് പറഞ്ഞ ആ ഒരു ആപ്പ് അല്ലെങ്കിൽ ആ ഓപ്ഷൻ ഫുള്ളി റിമൂവ് ചെയ്യുന്നുള്ള ടെൻഷൻ. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇത്രയും ക്യാഷ് കൊടുത്തെടുക്കുന്ന ആ ഒരു കസ്റ്റമർ വെറുതെ മണ്ടനായിട്ടിരിക്കേണ്ടി വരും. ആ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്താൽ മാത്രമാണ് ആപ്പിൾ വാച്ച് സീരീസ് 10 എല്ലാ കാര്യങ്ങളും ജാം പാക്കായിട്ട് ആപ്പിളിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി 2024 ഫസ്റ്റ് ക്വാർട്ടറോടെ തന്നെ നമ്മുടെ മാക്ബുക്കിൻ്റെ M3 എയർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് 15 ഇഞ്ചിൽ തന്നെ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ മാക്ബുക്ക് എയറിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകാൻ പോകുന്ന ഒരു ഡിവൈസാണ് M3 എയർ എന്നാണ് മിഞ്ചിക്കോഡ് റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് കിട്ടുന്നത്. അതേപോലെ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു മാക്ബുക്ക് എടുക്കണം, നിങ്ങളൊരു മാക്ബുക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓരോ ഗൈഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിന് പ്രോപ്പറായിട്ടൊരു ഗൈഡ് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്തായാലും കാണുക. കാരണം ആ ഒരു മാക്ബുക്ക് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് എടുക്കേണ്ടത്. വെറുതെ ക്യാഷ് കളയരുത്, അത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി എടുക്കുക. സോ വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതേപോലെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എയർപോഡ്സിൻ്റെ ഒരു പുതിയ ജനറേഷൻ, 4th ജനറേഷനും അതേപോലെ എയർപോഡ് മാക്സിൻ്റെ ഒരു 2nd ജനറേഷൻ കാണാനും ചാൻസ് ഉണ്ട്. 2020 ഈ പറഞ്ഞ എയർപോഡ് മാക്സ് ആപ്പിൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് വേറെ ഒരു അപ്ഡേഷനും ഈ പറഞ്ഞ എയർപോഡ് മാക്സിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. വേറെ ഒരു കാര്യവും മാക്സിന് വേണ്ടി സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ് എയർപോഡ് മാക്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. USB-C അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ആ പറയുന്ന മാജിക്കിൻ്റെ ആ ഒരു കേസ് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോഴും അനോയിങ് ആയിട്ട് ആപ്പിളിൻ്റെ എയർപോഡ് മാക്സിലുള്ളത് ആ ഒരു കേസ് തന്നെയാണ്. ഒരു സഞ്ചി പോലെ കേസ് നമ്മൾ എല്ലാ സ്ഥലത്തും ക്യാരി ചെയ്യണം. പക്ഷേ USB-Cയിലേക്ക് മാറ്റുകയാണെങ്കിൽ കൂടുതൽ വേഴ്സറ്റൈലായിട്ട് നമ്മുടെ ആപ്പിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ എയർപോഡ്സ് 4th ജനറേഷൻ വരുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻഡസ്ട്രി ലീഡിങ് ആയ നോയ്സ് ക്യാൻസലേഷനും ബാക്കി കാര്യങ്ങളും ആപ്പിൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആപ്പിളിൻ്റെ ഹാർഡ്വെയർ മാത്രമാണ്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് നോക്കാം. സോഫ്റ്റ്വെയറിലേക്ക് നോക്കുമ്പോൾ 2024 ജൂൺ ജൂലൈ സമയത്തായിരിക്കും നമ്മുടെ WW24 വരാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് iOS 18 ഏറ്റവും വലിയ മാറ്റം വരാൻ പോകുന്നതും AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും AR VR എന്നീ പറഞ്ഞ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് സിറി, അതേപോലെ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, ബാക്കി എല്ലാ കാര്യങ്ങളും ആപ്പിൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സിറി ഏകദേശം $30 മില്യൺ വരെ ചിലവാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് പറയാൻ പറ്റുന്നത്. ആൻഡ് iOS 18 കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് തരുമെന്നാണ് പറയുന്നത്. കാരണം 16 എന്ന് പറയുന്ന iOS ആയിരുന്നു ഏറ്റവും കൂടുതൽ ബഗ് ഉണ്ടായ ഒരു iOS. പക്ഷേ 17 വന്നപ്പോൾ അത് കുറവുണ്ട്. പക്ഷേ ഡിസ്പ്ലേ ഇഷ്യൂ, ഗോസ്റ്റ് ടച്ച് എന്നിങ്ങനെ കുറേ ഇഷ്യൂ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 18 നല്ല സ്റ്റെബിലിറ്റിയും അതേപോലെ നല്ല ഫീച്ചേഴ്സും ജാം പാക്ക് ചെയ്ത് കിട്ടുന്നതാണ് അറിയാൻ പറ്റുന്നത്. അതേപോലെ നമ്മുടെ വാച്ച് OS റിലീസാകും, tvOS, macOS, HomePodOS എന്നിങ്ങനെ കുറേയധികം OSകളും റിലീസാകും. അതോടൊപ്പം വിഷൻ പ്രോ റിലീസാകുന്നതുകൊണ്ട് തന്നെ visionOS 2 എന്നുള്ള പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ആപ്പിൾ റിലീസ് ചെയ്യും. സോ ഇതൊക്കെയാണ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു റിലീസ് പ്രഡിക്ഷനും നമുക്ക് കിട്ടുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് iOSൻ്റെ ഒക്കെ ഒഫീഷ്യൽ അപ്ഡേറ്റ് സെപ്റ്റംബറിൽ iPhone 16 റിലീസ് ആകുമ്പോഴായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ ജൂൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ WW24 ആകുമ്പോഴത്തേക്കും ഡെവലപ്പേഴ്സിന് ഈ പറഞ്ഞ ബേറ്റാസ് ലഭിക്കുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ 2024 വരാൻ പോകുന്ന പ്രൊഡക്റ്റ് ലൈനപ്പും അതേപോലെ സോഫ്റ്റ്വെയർ ലൈനപ്പും എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതേപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. നമ്മുടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക്
ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. Go follow me in Instagram too. And thank you so much for watching this whole video. This is Vibin Xavier signing from Evika.